ഗൈസ്, എനിക്ക് നിങ്ങൾ എങ്ങനെ പേന പിടിക്കുന്നതെന്ന് അറിയാം. നിങ്ങൾ എങ്ങനെ പേന പിടിച്ച് എഴുതുന്നു, നിങ്ങൾ എങ്ങനെ പെൻസിൽ പിടിച്ച് എഴുതുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ പെൻസിൽ പിടിച്ച് എങ്ങനെയാണ് എഴുതുന്നത്, അത് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാണെന്ന് നമുക്ക് നോക്കിയാലോ? നോക്കാം. ഞാൻ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ദിസ് ഇസ് നൺ അനദർ വീഡിയോ ഓഫ് അമീർ ഷോസ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ എങ്ങനെയാണ് പേന പിടിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് പെൻസിൽ പിടിക്കുന്നത് അനുസരിച്ചാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ കുറേ എഴുതുന്ന രീതി കൊടുത്തിട്ടുണ്ട്. ഓരോ ഗ്രിപ്പ് സ്റ്റൈൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ പെൻസിൽ പിടിക്കുന്നത്, നിങ്ങൾ ഏതെങ്കിലും പെൻസിലോ പേനയോ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എടുത്തിട്ട് നിങ്ങളൊന്ന് പേപ്പറിൽ വെച്ച് നോക്കുക. നിങ്ങൾ ഇത് ഏത് രീതിയിലാണ് നിങ്ങൾ വിരൽ പിടിക്കുന്നത് നോക്കുക. ഇതിനകത്ത് കുറേ ഗ്രിപ്പുണ്ട്. ആ ഗ്രിപ്പിൽ നിങ്ങൾ എങ്ങനെയാണോ പിടിച്ചെഴുതുന്നത്, എപ്പോഴും പിടിച്ചെഴുതുന്നത്, നിങ്ങൾ എപ്പോഴും കോമൺ ആയിട്ട് എങ്ങനെയാണോ പിടിച്ചെഴുതുന്നത് നിങ്ങൾ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ പേഴ്സണാലിറ്റി നമ്മൾ പറയാൻ പോവുകയാണ്. നിങ്ങളൊന്ന് എവിടെയെങ്കിലും നിങ്ങൾ വീട്ടിലായിരിക്കും ഉള്ളത്, വീട്ടിൽ നിന്ന് പേനയോ പെൻസിലോ എടുത്തിട്ട് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുക, നിങ്ങൾ പിടിച്ച് നോക്കുക. നിങ്ങളുടെ പേരിൽ ഇതിനകത്ത് ഏത് രീതിയിലാണ് ഇരിക്കുന്നത് നിങ്ങൾ നോക്കുക. നോക്കിയിട്ട് നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ചെയ്തോ? ലൈക്ക് ചെയ്ത് ലോക്ക് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയാൻ പോവാണ് ഈ രീതി, ട്രൈപോഡ് ഗ്രിപ്പ്. ഈ ട്രൈപോഡ് ഗ്രിപ്പ് എന്ന് പറയുന്ന ഗ്രിപ്പിലാണ് നിങ്ങൾ വിരലിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫിംഗർ നിങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത്, നിങ്ങളെ ഹാൻഡ് എങ്ങനെയാണ് പൊസിഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും. എന്ത് കാര്യത്തിനും വലിയ കുഴപ്പങ്ങളൊന്നും ഉള്ള ഒരാളല്ലായിരിക്കും. എല്ലാത്ത കാര്യത്തിലും ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. അതുപോലെ നിങ്ങൾ ഭയങ്കര ഫോക്കസ് ആയിരിക്കും. നിങ്ങൾ എല്ലാ കാര്യത്തിനും ഭയങ്കര ഫോക്കസ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കും. അത്യാവശ്യം ഡിസിപ്ലിൻ ആയിരിക്കും. അല്ല സൗണ്ടും കാര്യങ്ങളൊന്നും നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങളൊന്നും സ്കൂളിലും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. ഭയങ്കര കുഞ്ഞ് പരസായിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര തിങ്കറായിരിക്കും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിങ്ക് ചെയ്തിട്ടിരിക്കും. അങ്ങനെ ഇരുന്ന് എഴുതുന്ന ആൾക്കാർ ഭയങ്കര തിങ്ക് ചെയ്തിട്ടിരിക്കും. ഞാൻ ഈ പൊക്കത്ത് കൊടുത്തേക്കുന്ന രീതിയിൽ എഴുതുന്ന ആൾക്കാരെ കാര്യമാണ് പറയുന്നത്. അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും അവർ ഭയങ്കര കോൺഫിഡൻറ്റും കാര്യങ്ങളായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഇത് തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഒരിക്കലും നമ്മുടെ ഒരു കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ഓവറോൾ എടുത്തിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിത രീതി, നമ്മുടെ വേറെ കാര്യങ്ങൾ, നമ്മുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ പേഴ്സണാലിറ്റി ഇരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ഫൺ പർപ്പസും അതുപോലെ തന്നെ ജസ്റ്റ് തരുന്ന ജസ്റ്റ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് മാത്രമാണ്. ഇത് കറക്റ്റ് ആവുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആവുന്നുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. രണ്ടാമതെന്ന് പറയുമ്പോൾ ടൈറ്റ് ഗ്രിപ്പ്. നിങ്ങൾ ടൈറ്റായിട്ട് ഇങ്ങനെ ഞാൻ പൊക്കത്ത് കൊടുത്തേക്കുന്ന പോലെ, ഈ സൈഡിൽ കൊടുത്തേക്കുന്ന പോലെയാണ് പേന അല്ലെ പെൻസിൽ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിരിക്കും. നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇമോഷൻസ് വരും, പെട്ടെന്ന് സങ്കടം വരും. ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടങ്ങളും കാര്യങ്ങളും വരും. അതുപോലെ നിങ്ങൾ അത്യാവശ്യം പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങൾ അത്യാവശ്യം പെർഫെക്റ്റ് ആണോ? നിങ്ങൾ അത്യാവശ്യം പെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് സ്ട്രെസ്സ് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് സ്ട്രെസ്സും കാര്യങ്ങളും വരാൻ ചാൻസ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ടെൻഷൻ കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു അല്ലേ? ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും, നിങ്ങൾക്ക് എന്ത് കാര്യം ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളതിന് 100% എഫേർട്ട് ഇട്ട് നിങ്ങൾ ആ കാര്യത്തിൽ 100% എഫേർട്ട് ഇട്ട് അതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കും. അതാണ് ഈ ട്രൈപോഡ് ഗ്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ. ട്രൈപോഡ് ഗ്രിപ്പ് അല്ല, ടൈറ്റ് ഗ്രിപ്പിൻ്റെ പ്രത്യേകത. ടൈറ്റ് ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ ഹാൻഡ് പെട്ടെന്ന് ഹാർഡ്, നമ്മുടെ പേന അല്ലെങ്കിൽ പെൻസിൽ നമ്മൾ നല്ല മുറുക്കി പിടിക്കും. അതിനാണ് ടൈറ്റ് ഗ്രിപ്പ് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്. അപ്പോൾ മൂന്നാമത്തേലായിട്ട് നമ്മൾ പോകണം. മൂന്നാമത്തേന്ന് പറയുമ്പോൾ ലൂസ് ആൻഡ് റിലാക്സ്ഡ് ഗ്രിപ്പ്. ലൂസ് ആൻഡ് റിലാക്സ്ഡ് ഗ്രിപ്പ് ഈ കാണുന്ന ഗ്രിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ തളർത്തി പിടിച്ചേക്കും. പേനയും പെൻസിലും ഇങ്ങനെ തളർത്തിയായിരിക്കും പിടിച്ചേക്കുന്നത്. വലിയ ടൈറ്റൊന്നും ആക്കാതെ തളർത്തി പിടിക്കുന്ന ആൾക്കാരെ ഭയങ്കര കാമായിരിക്കും, ഭയങ്കര പാവങ്ങളായിരിക്കും, കാമായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിരിക്കും. ഒരു ഭയങ്കര ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര കഴിവുകളും കാര്യങ്ങളും, പടം വരക്കാനാ, സ്പോർട്സിലാ, ആർട്സിലാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ക്രിയേറ്റീവ് ഐഡിയോളജീസും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ അവർ പെട്ടെന്ന് സ്ട്രെസ് ആവത്തില്ല, പെട്ടെന്ന് ടെൻഷൻ ഒന്നും ആവത്തില്ല. അപ്പോൾ അടുത്തതിലായിട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ഇല്ല, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ലൈക്ക് ചെയ്തോ? ലൈക്ക് ചെയ്തല്ലേ നമ്മുടെ വീഡിയോ നിങ്ങളായിട്ട് വീണ്ടും എത്തത്തുള്ളൂ. അതുപോലെ പുതിയ ആൾക്കാരായിട്ട് വീണ്ടും എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തെന്ന് പറയുമ്പോൾ 4 ഫിംഗർ ഗ്രിപ്പ്. 4 ഫിംഗർ എന്ന് പറയുമ്പോൾ നമ്മൾ 4 വിരൽ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. 4 വിരൽ യൂസ് ചെയ്യും. നമ്മുടെ ഈ 4 വിരലും ശ്രദ്ധിച്ച് വെക്കുക. നിങ്ങൾ പേന എടുത്തിട്ട് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ 4 വിരലും നമ്മുടെ പേനയിൽ അല്ലെങ്കിൽ പെൻസിലിൽ മുട്ടിയിരിക്കും. ഇതിങ്ങനെ മുട്ടിയിരിക്കുന്ന ഒരു ഗ്രിപ്പാണ് 4 ഫിംഗർ ഗ്രിപ്പ് എന്ന് പറയുന്നത്. ഈ 4 ഫിംഗർ ഗ്രിപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ഭയങ്കര സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ അവർക്ക് വൈകുന്നേരം പുറത്തോട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സിലും ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ അവർ തിങ്ക് ഡിഫറൻറ്റ്, നമ്മളെക്കാളൊക്കെ കൂടുതൽ ബുദ്ധിശക്തിയും കാര്യങ്ങളും അവർക്ക് ഉണ്ടാകും. ചിലപ്പോൾ തിങ്ക് ചെയ്യാനുള്ള എല്ലാവർക്കും ഒരേ ഐക്യു ആണ്, എല്ലാവർക്കും ഒരേ ബുദ്ധിയാണ്. നമ്മൾ തിങ്ക് ചെയ്യുന്നതനുസരിച്ച് വളർന്നിട്ടിരിക്കും ബുദ്ധി എന്ന് പറയുമ്പോൾ. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യും.
ഇമോഷണലായിരിക്കും, പെട്ടെന്ന് കരച്ചിലും വരും, അതുപോലെ സെൻസിറ്റീവ് ആയിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും, അങ്ങനെയുള്ള കുറേ മിക്സിംഗ് ഓഫ് ഇമോഷൻസ് ആയിരിക്കും അവർക്ക്. 4 ഫിംഗർ ഗ്രിപ്പുള്ള ആൾക്കാർക്ക് ഇമാജിനേഷൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തിങ്ക് ചെയ്തിട്ടിരിക്കും, വെറുതെ ഇരിക്കുമ്പോൾ തിങ്ക് ചെയ്തിട്ടിരിക്കും. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പോകണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുമ്പോൾ റൈറ്റ് വെരി ക്ലോസ് ടു പേപ്പർ. നമ്മൾ പേപ്പറായിട്ട് ക്ലോസ് ആയിരിക്കും. ഓക്കെ, ബുക്കായിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് ഇപ്പം ഞാൻ ബെഞ്ചിൽ ബുക്ക് വെച്ചിട്ടിരിക്കുകയാണ്. ഈ ബെഞ്ചിൽ ബുക്ക് വെച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ക്ലോസ് ആയിട്ടായിരിക്കും ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, നമ്മൾ സാറിന് ഇത്ര ഡിസ്റ്റൻസ് ഇടും. ഇങ്ങനെ അടുത്ത ഡിസ്റ്റൻസ് വെക്കുന്ന ആൾക്കാർ, അടുത്ത ഡിസ്റ്റൻസ് ഇടുന്ന ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. പിന്നെ അവർ പെട്ടെന്ന് ഓവർ തിങ്കിങ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓവർ തിങ്ക് എല്ലാവരും ചെയ്യും, അതുപോലെ തന്നെ ഓവർ തിങ്ക് എല്ലാവരും ചെയ്യുമെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഓവർ തിങ്ക് ചെയ്യാൻ കുറച്ച് ഇതുണ്ട്. അതുപോലെ തന്നെ അവർ ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആണ്. കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കും. ഓക്കെ, നമ്മളെന്ന് പറയുമ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 5 മാർക്കിന് എങ്ങനെയാണോ എഴുതുന്നത് അതേ രീതിയിൽ എഴുതുള്ളൂ. അവരെന്ന് പറയുമ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 10 മാർക്കിന് എഴുതി വെക്കും. അതാണ് ഡീറ്റെയിൽ ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്. അവർ കുറച്ച് ക്യൂരിയസ് ആയിരിക്കും, എല്ലാ കാര്യത്തിനും ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ഇപ്പോൾ 5 മാർക്കിന് എഴുതിയാൽ 5 മാർക്ക് കിട്ടത്തില്ലേ, 10 മാർക്കിന് എഴുതിയാൽ 10 മാർക്ക് കിട്ടത്തില്ലേ എന്ന് പറയുന്നത് ക്യൂരിയസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ബേസ്ഡ് ഓൺ ദ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുകൊണ്ട് വീഡിയോസ് വീണ്ടും വരും. അപ്പോൾ ഇത് കറക്റ്റായിട്ടൊരു ടെസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, നമ്മുടെ പേഴ്സണാലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ കുറേ ഡൈമെൻഷൻ അനുസരിച്ചാണ്. അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റി ഒരിക്കലും ഒരു റൈറ്റിംഗ് സ്റ്റൈലിനോ ഒരു സിറ്റിംഗ് സ്റ്റൈലിനോ ഒരു സ്ലീപ്പിംഗ് സ്റ്റൈലിനോ ബേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഏതിരുന്നാണ് കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു ഫൺ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. വീണ്ടും സന്ധിക്ക് വരെ വണക്കം. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തിട്ടേക്കുക. ഹൈപ്പ് ചെയ്യോ? ഓക്കെ, വീണ്ടും സന്ധിക്ക് വരെ വണക്കണ്ട.